പ്രൈം ടൈമിൽ ഇന്നലെ 8 മണിയോടുകൂടിയാണ് 120 പോലീസ് ഒതായിലെ വീട്ടിലെത്തി വളഞ്ഞ് ഒരു കുറ്റവാളിയെ പിടികൂടുന്നത് പോലെ ഒരു MLA ആയ PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് രാത്രി 2 മണിയോടുകൂടി അതും നിലമ്പൂരിൽ നിന്ന് 72 കിലോമീറ്റർ അകലെയുള്ള ഈ തവനൂരിലെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുന്നത്. ഇന്നലെ നടത്തിയ പോലീസിന്റെ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സി സജീവൻ? 24 മണിക്കൂറിന് മുമ്പ് PV അൻവർ പുറത്തിറങ്ങുന്നു. PV അൻവറിനോടൊപ്പം ലീഗ്, കോൺഗ്രസ്, അതിൽ തന്നെ KPCC പ്രസിഡന്റ്, RSP എല്ലാ നേതാക്കളും ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ച മുഴുവൻ UDF ഘടകകക്ഷി നേതാക്കളും PV അൻവറിനോടൊപ്പമാണ് ഈ വിഷയത്തിൽ. സജീവൻ, അരുൺ, ഞാൻ പറഞ്ഞു തുടങ്ങണമെന്ന് വിചാരിച്ച കാര്യം ഇവിടെ ഏതായാലും അസ്കർ പറഞ്ഞു. രാഷ്ട്രീയമായ വിഡ്ഢിത്തം എന്ന് പറഞ്ഞില്ല, അതാണ് യഥാർത്ഥ കാര്യം. സാധാരണഗതിയിൽ താങ്കൾ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ വളരെ മീഡിയയുടെ അറ്റൻഷൻ പൂർണ്ണമായി കിട്ടിക്കൊണ്ട് മീഡിയയിൽ നിറഞ്ഞു നിന്ന അൻവർ ജനങ്ങൾക്കിടയിൽ എപ്പോഴും ഏത് സമയത്ത് അൻവറിന്റെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്ന കാലത്ത് നിന്നും ചേലക്കരയിൽ എത്തിയപ്പോൾ അത് പൂർണ്ണമായിട്ട് താങ്കൾ പറഞ്ഞ പോലെ അവിടുത്തെ തടയണയിൽപ്പെട്ട് നിന്ന് പിന്നെ കുറെ കാലത്തേക്ക് അൻവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ ഉള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് അദ്ദേഹം ഈ യാത്ര, ഈ വനനിയമവുമായി ബന്ധപ്പെട്ട യാത്ര നടത്തിയത്. അപ്പോൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം കിട്ടിയില്ല. NDF പോലുള്ള വയനാട്ടിലെ DCC പ്രസിഡന്റ് പറഞ്ഞു ഞാൻ അതിൽ പങ്കെടുക്കുന്നില്ല പറഞ്ഞു. കോഴിക്കോട് DCC പ്രസിഡന്റ് കൊണ്ട് പറഞ്ഞു ഞാൻ പാർട്ടി പറഞ്ഞാലേ പങ്കെടുക്കുള്ളൂ പറഞ്ഞു. പങ്കെടുക്കാനേ പാടില്ല എന്ന് KPCC പ്രസിഡന്റും പറഞ്ഞു. അങ്ങനെ കാര്യമായ പിന്തുണ എവിടെയും കിട്ടാതെ നിന്നിട്ടുള്ള അൻവറിന് ഇതാ ഇപ്പൊ വടി കൊടുത്തിരിക്കുന്നു സർക്കാർ. വളരെ പോലീസ് പോലെയല്ല ഞാൻ പറയാം, സർക്കാരാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പോലീസ് തനിച്ചങ്ങ് ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. ഇത് അൻവർ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതെന്ന് പറയില്ലേ, അത് എത്രമാത്രം ഇതിനും യോജിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അൻവർ ഇച്ഛിച്ചത് സർക്കാർ അങ്ങനെ കയ്യിൽ കൊടുത്തു. അതാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. കാരണം അൻവറിന് ഒരു മീഡിയ അറ്റൻഷൻ ഇപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അൻവർ ആ തവനൂർ ജയിലിന്റെ വാതിൽ തുറന്നിട്ട് അൻവർ എങ്ങനെ വരുന്നത്, ഒരു വീരപരിവേഷത്തോട് കൂടിയിട്ട് വരുന്നത് നമ്മൾ കേരളത്തിലെ മുഴുവൻ ആളുകൾ പക്ഷെ കാണാൻ കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അൻവറിന് വളരെ കൃത്യമായിട്ടും കുറെ കാലമായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാതിരുന്ന അൻവർ ഇപ്പോൾ താരപരിവേഷത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇനി അൻവർ പറയുന്നത് എല്ലാം ജനം ശ്രദ്ധിക്കും. അൻവർ വളരെ രൂക്ഷമാണ്, നമുക്കറിയാമല്ലോ. അൻവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിർത്തുമെന്ന് പറയാൻ പറ്റില്ല, അത്രയും ഭീകരമായിട്ട് പറയാൻ അൻവറിന് അറിയാം. മാത്രമല്ല UDF അദ്ദേഹത്തിന് ചേക്കേറണമെങ്കിൽ ഇപ്പൊ തന്നെ ഏതാണ്ട് ധാരണയിലേക്കൊക്കെ KPCC പ്രസിഡന്റ് പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF അദ്ദേഹത്തിന് ചേക്കേറണമെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം അൻവറിന്റെ പിന്നിൽ എത്ര പേരുണ്ട് എന്നുള്ളതല്ല, നമുക്കറിയാവുന്ന പോലെ ചേലക്കരയിൽ സുധീറിന്റെ വോട്ട് കൂടി കൂട്ടിയിട്ട് പോലും 3900 വോട്ടാണ് ആകെ അവർക്ക് കിട്ടിയിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അൻവർ വലിയ രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കുത്തൊഴുക്കുമായിട്ട് UDF പോകും എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. പക്ഷെ അൻവറിന്റെ നാവ് അത് UDF ആവശ്യമായി വരും. LDF ഏറ്റവും കൂടുതൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പേടിക്കേണ്ടി വരിക കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും അൻവർ നടന്ന് പ്രസംഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അൻവർ ഇന്നതേ പറയുന്നില്ല, അൻവർ എന്തും പറയും. നമ്മളിപ്പോ തന്നെ കണ്ടതല്ലേ. സജീവൻ, ഒരു ചെറിയ ഇടവേള എടുത്തൊന്ന് തിരിച്ചു വരട്ടെ. കാരണം ഇപ്പോൾ PV അൻവർ തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ അങ്ങയിലേക്കും Debate with Dr. Arun Kumar.